ഞാൻ വരാം. ജസൻ്റെ ബാഗ് ജസൻ്റെ നരണ എണീക്ക്. രാവിലെ നല്ലൊരു മഴ കഴിഞ്ഞ് ഞാനത്ത് മഴ നിന്നു. ഞാൻ രാത്രിയിലൊന്നും മഴ പെയ്യാത്ത കൊണ്ട് ഞാനത്ത് മഴ ഇനി തീർന്നു. പഞ്ചസാര ചേട്ടാ എണീറ്റില്ലേ? നോക്കട്ടെ, എണീക്കേണ്ടതാണല്ലോ. ഇല്ല, നല്ല ഉറക്കമാ. ആ വായി നോക്ക് സിംബ. കൈക്കൊന്നും ഒരു നീളം കൊള്ളുമല്ലോ, ഒരു കുഴപ്പമില്ല. അങ്ങനെ വേണം ഷർട്ട് ഇട്ടിക്കാൻ. അല്ല പിന്നെ ക്ഷാമേ കൊട ഫ്രണ്ടില്. ഫ്രണ്ടിലാ കൊട ഞങ്ങളുടെ. മഴ പെട്ടെന്ന് ഓടി വരുന്നത്. മഴ ഓടി വരും. കണ്ടോ ഇന്നലെ വല്ലതും അറിഞ്ഞോ? കുട്ടി പേടിച്ചിട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എന്നത്തിന്? കാറ്റ് കാരണം. എപ്പോ കാറ്റ്? എന്നാ കാറ്റായിരുന്നത്? എപ്പം? അമ്മ എപ്പോഴാത് പറ. അരമണിക്കൂർ പോലും ഞാൻ എനിക്ക് ഓർമ്മയില്ല. കിടന്ന് മാത്രമേ ഒരു ഓർമ്മയുള്ളൂ. രാവിലെ അതാ ചേച്ചാ ആ ഫ്രണ്ട് വെച്ചേക്ക്. എന്നിട്ട് മഴ വരുമ്പോ എടുത്താ പോരെ? മഴ വരുമ്പോ എടുത്താ പോരെ? പോരെ ആന? ആ ഫ്രണ്ട് വെക്ക ചേച്ചാ, മഴ വരുമ്പോ എടുത്താ മതി. ഫോൺ എടുത്ത് പോക്കറ്റ് വെച്ചാൽ ഇറങ്ങി പോകുമ്പോ പിന്നെ അമ്മ കൊണ്ടുവിടുവോ? വെട്ടം കാണിച്ചുവിടുവോ? പാൻ്റെ പോക്കറ്റ് ഇട്. എന്താ ഞാൻ എടുത്ത് തരാം. അയ്യപ്പോ പറഞ്ഞ പോലെ വെക്കം മാറാം. രാവിലെ മഴയോട് മഴ. ശാമ്പൊക്കെ എണീക്കുന്ന പാടാണ്. ഇന്നലെ പറഞ്ഞു ഇന്ന് ക്ലാസ് ഉണ്ടോ അമ്മേന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലമ്മേ ഞായറാഴ്ചയാന്ന് പറഞ്ഞു. ഇന്നലെ എന്നോട് ഇരിക്കുകയാണ് അവള് ക്ലാസ് ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ക്ലാസ് ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു. ഇല്ലമ്മേ അത് ഞായറാഴ്ചയാന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നായിരുന്നു ഞായറാഴ്ച എന്ന് പറഞ്ഞു. ബീൻസ് തോരൻ. അവൾക്ക് ബീൻസിൻ്റെ മെഴുക്കൂട്ട് ഇഷ്ടമില്ല, അതുകൊണ്ട് ബീൻസിൻ്റെ തോരൻ വെച്ച് കൊടുക്കണമായിരുന്നു. നാരായണിക്ക് ശാമ്പയ്ക്കും എന്ത് സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ബീൻസ് ആണേലും ബീട്രൂട്ടാണേലും അവർക്ക് തോരൻ വെക്കണം. പക്ഷെ എനിക്ക് നേരെ തിരിച്ച് എനിക്കിതിൻ്റെ എല്ലാം മെഴുക്കൂട്ടിയാണ് ഇഷ്ടം. അവർക്ക് തോരൻ തേങ്ങ ഉള്ള സമയത്ത് തോരൻ വെക്കും, അല്ലാത്തപ്പോൾ മെഴുക്കൂട്ടി. ഇപ്പോൾ തേങ്ങ ഉണ്ടായിരുന്നു നമ്മളവർക്ക് തോരൻ. മെഴുക്കൂട്ടി കാണുമ്പോഴേ നാരായണയുടെ മുഖം അങ്ങോട്ട് ചുളിയും. അത് ശാമ്പൂയ്ക്കും അങ്ങനെ കേട്ടോ. അപ്പോൾ എന്നാലും കഴിച്ചോളൂ, എന്നാലും ഇഷ്ടം തോരനാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പുറകോട്ടായിരിക്കുമേ. ഇപ്പം ഞാൻ 6 മണി ചിലപ്പം കറക്റ്റായിരിക്കാം ഇപ്പോൾ പോകുന്നുണ്ട്. ഇത് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുകയും ചെയ്യും. ഇത് ചിലപ്പം നിൽക്കുകയും ചെയ്യും. ഒരു 6-6:30 ആകുമ്പോൾ മിക്കവാറും നിൽക്കും. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എത്ര വന്നാലും ഞാൻ പഠിക്കത്തില്ല.
നോക്കണേ, പിള്ളേർ എണീറ്റില്ലേ? ആരാണ് എണീറ്റെന്ന് തോന്നുന്നു. പിള്ളേർ പോകുന്ന സമയത്തെങ്കിലും ആ മഴയെന്ന് പറഞ്ഞാൽ നേരമേ. വീണ്ടും തുടങ്ങിയ അംഗം നാരായണയുടെ വീണ്ടും പഠനം. 10ാം ക്ലാസ്സിലെ പഠിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 2-3 മാസങ്ങൾക്ക് മുന്നേ വീണ്ടും തുടങ്ങിയ അംഗം. നാരായണ പറയും എത്ര പെട്ടെന്നാണ് സമയങ്ങൾ പോകുന്നത്. ഇവിടെ പോ അവനെ. ഞാൻ മറന്നുപോയി. ചേച്ചാച്ചി പോകുന്ന എടുത്തില്ല, എന്നാ ചെയ്യാൻ പറ്റും. ശോ, ചേച്ചാച്ചി പോയത് എടുത്തോ എന്ന് ചോദിക്കും. എന്തേ ഇവിടെ വന്നില്ലേ? എന്നാ എണീക്കാൻ താമസിച്ചേ? രാത്രി കുറച്ച് ഇങ്ങനെ ചെയ്തില്ലായിരുന്നു. രാത്രി 2 മണിയായപ്പോൾ ഞാൻ ചെയ്തതാണ്. രാവിലെ 5 മണിയായപ്പോൾ തുടങ്ങി. ഓ, 5 മണിയാണ് നടന്നേ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കുറയ്ക്കും. ഇല്ല, 2 മണി തൊട്ട് 4 മണി 2 മണിക്കൂർ. അയ്യോ, എന്നാ ശ്യാമളമ്മ എന്നൊക്കെ രാവിലെ ചേച്ചനെ വിട്ടിട്ട് കിടന്നുറങ്ങി. ശ്യാമളമ്മ പറയാണ് മഴയ്ക്ക് അവധി കൊടുത്തോന്ന്. വിദ്യാഭ്യാസ ബന്ധാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. മഴയുടെ അവധി എന്തായാലും കൊടുത്തില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. ഓ, അങ്ങനെ കൊടുക്കാനാണെങ്കിൽ എന്നും കൊടുക്കണ്ടേ? അവധിയോ? ആ, ഇനി ഇങ്ങനെ അവധി കൊടുക്കാനാണെങ്കിൽ പിള്ളേരെ അത് പിന്നെ അതിനകത്ത് കയറ്റി വെച്ചോ? എടി കുഞ്ഞേ, സ്കൂളിൽ നിന്ന് മുട്ട കിട്ടിയോന്നാ ചോദിച്ചേ? പാല് കിട്ടിയോ? ആ, സോറി, കഴിച്ചു. എന്നത് മുട്ടയോ? ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്ന എന്തുവാ? മുട്ടയോ? ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത് എന്തുവാ? ഇറച്ചിയല്ലേ? എല്ലാം കൂടെ ഒരുമിച്ച് തിന്നരുത്. 10ാം ക്ലാസ്സിലെ പരിപാടി ഇവിടെ നടക്കില്ല. വയറ് നിറച്ച് കഴിക്കാതെ എന്റെ പുന്നുമോൾ ഇനി പോകത്തില്ല കേട്ടോ. നീയും അവള് പിന്നെ ചോദിച്ചു മേടിച്ചോളൂ. കാണാനില്ലല്ലോ. എന്തി ശ്യാമളമ്മ കാണാനില്ലെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്യാമളമ്മ എന്തിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമളമ്മ ഇനി വരത്തില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ പിടിച്ചു വെച്ചോ, വിട്ടാലല്ലേ വരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറയത്തില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല, വെറുതെയാണേ. എന്നെ ആരും പിടിച്ചു നോക്കണ്ടല്ലോ. വഴക്ക് പറയുമെന്ന് പറഞ്ഞു. എന്നെ ആരും പിടിച്ചു നോക്കണ്ട. ഞാനിങ്ങനെ ചേച്ചാച്ചിയുടെ അടുത്ത് അമ്മ അങ്ങ് പാറി പറക്കും കേട്ടോ. ഞാനിങ്ങനെ റൗണ്ട് അടിക്കാം. എവിടെ പിന്നെ ദേ ചുമ്മാ അങ്ങനൊന്ന് പറയാവൂ. അമ്മ കറി മാറ്റി വെച്ചില്ലെങ്കിലേ ഈ ചെമ്പ് ചുവയ്ക്കും. ഞാൻ വെച്ചോളാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അമ്മയോടല്ല പറഞ്ഞു. പൊക്കോ ശ്യാമളമ്മ ഇന്നുകൊണ്ട് വിടുന്നേ. പൊക്കോ. ഒരുങ്ങിയില്ല, ഒരുക്ക സമ്മതിക്കണ്ടേ? നിങ്ങൾക്കൊക്കെ ഉമ്മാക്കാമെങ്കിൽ അവനും ഉമ്മാക്കത്തില്ല. പിന്നെ മഴത്തുള്ളെല്ലാം നനഞ്ഞിട്ട് ഒരു വെപ്രാളം കണ്ടോ?
എൻ്റെ ഫോൺ എടുത്തില്ല. നാരായണ പിടിയിലാവളാ നീ അവിടത്തെ ഇവള് പോകുന്നു. ബസ്സൊന്നും പോകത്തില്ല. പിന്നെ നിനക്ക് ഇനി അരമണിക്കൂറുണ്ട്. ഇതൊക്കെ ഫോൺ കൊണ്ടിട്ട് അങ്ങോട്ട് പോകാൻ പിടിച്ചോണ്ട് പതുക്കെ ഇറക്കിക്കോ. അവളോടെ പോടി, ഞാൻ താഴോട്ട് വരാടി. ഇടി ഞാൻ ഉണ്ടെന്ന് അപ്പയുടെ ഫോൺ എടുത്തോണ്ട് പറ്റത്. അവിടെ നിന്ന് അപ്പ തട്ടെ, അപ്പയുടെ ഫോൺ എടുത്തോണ്ട് പറ്റേ. ആ അപ്പ വരുന്നുണ്ട്. അപ്പയുടെ ഫോൺ എടുക്കാൻ പോയിരിക്കുന്നു. ക്ഷേമ മറവിയല്ലോ, ഓർമ്മത്തോണ്ടല്ലേ ഞാൻ എടുത്തോണ്ടിരാൻ പറഞ്ഞ. അവൾ വിട്ടു പോകുന്നുണ്ട്. അവൾക്ക് ഇനി എപ്പോഴാണെന്നറിയോ? അല്ല അവളുടെ ബസ് 25 മിനിറ്റ് ഉണ്ട് അവൾക്ക്. എന്നിട്ട് അവൾ ഇപ്പോൾ കിടന്ന് ധൃതി വെക്കുന്നത് 25 മിനിറ്റ്. ആ പോട്ടെ. ഞാൻ അവൾ ടീച്ചറിനോടൊന്ന് പറയണേ. 7:55 ഇപ്പോൾ 7:30 ആയതേ ഉള്ളൂ. ബാ. ആ അങ്ങനെ ആയിക്കോട്ടണ്ട. വിട്ടുപോയാണ്ടോ? അവൾക്കിട്ട് പണി കൊടുക്കണം. അവൾ 7:30 ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുക. എങ്ങനെ പോയാലും 7:40 സ്റ്റാർട്ട് ചെയ്യും. 7:55 സ്കൂളിൽ പോയി പോയി. നീ വന്നാ ഇങ്ങോട്ട്. ഇന്നുണ്ടോ ഫുള്ള് മഞ്ഞ. അപ്പോൾ ഒന്ന് മുകളിലോട്ട് മല കാണാം. അവിടെ ഒരു മലയുണ്ടല്ലോ, അത് കാണുന്നില്ല കേട്ടോ. മഞ്ഞ് കണ്ടോ? നീ കണ്ടോ ഈ മഞ്ഞ്? ജയ വിളിക്കുന്നുണ്ടോ? ആരോ വിളിക്കുന്നു. ജയ ആണല്ലോ. വണ്ടി വന്നോ? പെട്ടെന്ന് വണ്ടി വന്നോ? നോക്ക് താഴോട്ട് നോക്ക്. വണ്ടി വന്നോ? ഇല്ലല്ലോ. പെട്ടെന്ന് വാ. ജയ പിന്നെ എന്തിനാ വിളിച്ചേ? ചുമ്മാ വിളിച്ചതാണ്. ഞാൻ കൊച്ചിനെ പിടിച്ച് ഒരു തരത്തിൽ ഇറങ്ങി പോകുന്നത്. ഇടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് ആ ഫോൺ എടുക്കാൻ പോയിട്ട് ഇവളുടെ കയ്യും പെടണം. ആ പറത്തീനാവും. അവിടെ വന്നോ? ഇവിടെ വന്നോ? വരാറായില്ലല്ലോ. എത്ര മിനിറ്റ് ഉണ്ടോ നോക്കട്ടെ, സമയം നോക്കട്ടെ. 40. ഇപ്പം 2 മിനിറ്റിനുള്ളിൽ വരും. മഴ വരുന്നുണ്ട്. അതിന് മുമ്പ് വന്നാൽ മതിയായിരുന്നു. കുടയില്ല നമ്മുടെ. അത് പരസ്യം ചെയ്യാൻ വേണ്ടി പരസ്യ കമ്പനിക്കാർ പെയിന്റ് അടിച്ചേക്കുന്നതാണ്. ആ അടിപൊളി. എന്നാ കളറ്? എല്ലോടെ മലയാളം എന്നാ? അയ്യോ അല്ല, മഞ്ഞ. അത് ബ്ലാക്ക്. മഞ്ഞ ഇത് യെല്ലോ ആണ്. മഞ്ഞ ബ്ലാക്കാണ്. മഞ്ഞ ഇതാടി മഞ്ഞ. ഇത് മഞ്ഞ. ഓക്കെ. എന്നാ ചെരുപ്പിൻ്റെ മഞ്ഞയാണോ? ചെരുപ്പിൻ്റെ ബ്രൗൺ റെഡോ എന്തോ കളറാണ്. റെഡ്. എൻ്റെ ബസ് എന്ത് ചെയ്യടി? ആ ചേട്ടൻ ഉറങ്ങി കാണൂടി. മരണ സമയം ആയില്ലേ? 2 മിനിറ്റ് ഓർഡർ. ഡ്രൈവർ ചേട്ടൻ്റെ പേരെന്നാ? ഡ്രൈവർ. ആ ജനങ്ങൾ വരും. ആ വന്നിട്ട് പോവാം. ആ അവനെവിടെ പോവാം? കടയിലല്ല. പേരോ? ലൈല. മോൻ എത്രയാ പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലോ? ഏത് സ്കൂളിലോ?
അമ്മയൊന്നുമില്ല. കഴിച്ചോ? ആ എന്ത്? എന്താ കഴിച്ചേ? വയ്യായിരുന്നു. വയ്യായിരുന്നു, മരിച്ചു പോയി. ആര്? കൊടുക്കാൻ നിൽക്കുക. അതേ കൂടെ ബസ് വരും. ആരാ മരിച്ചു പോയേ? ഇവളെവിടെയാ? പൊൻകുന്താ. ചേച്ചി, അന്നേരം കൊണ്ടാ വിടുവോ? കൊണ്ടുപോയി അപ്പുറത്താ അമ്മ വിടുന്നത്. ചേച്ചി, ബൈപ്പാസിന്റെ അവിടെ. മരിച്ചു പോയേ? അച്ഛൻ അച്ഛൻ്റെ പേര്? ഞാൻ അന്നേരം ആ കൊടുത്തു. ആ എവിടെ? നിന്നോട് ചോദിക്കുന്നുണ്ടെന്ന് നീ മറുപടി അറിയാല, എന്നിട്ട് നീ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കും അല്ലേ? അങ്ങനെയാണോ? നാരായണത്തിന്റെ ബസ്സിന്റെ നാരായണ ചേച്ചിയുടെ ബസ്സോ? അവളെ ബസ്സിന് പോകത്തില്ല. അവളെ ഞാൻ പണി കൊടുക്കാൻ കേട്ടോ. അവളെ ഇച്ചിരി അഭ്യാസമുണ്ട്. അവൾ നേരത്തെ പോകുന്നു. 7:30 ആകുമ്പോൾ ഇവിടുന്ന് പോയാൽ എന്നാ? അപ്പേ മുണ്ടക്കയത്തെ ഫോട്ടോയ്ക്ക് കാണും. മതിയോ? ആരെ? മുണ്ടക്കയത്തെ മുണ്ടക്കയത്തോ? ഇതിനാ മുണ്ടക്കയം പോകുന്നത്? 6:30 എന്നാ ആ ആക്രിക്കടയോ? ആ ആക്രിക്കടയല്ല, ആ ക്രിക്കട എന്ന് വെച്ചാൽ പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടയാണ്. ലൈറ്റ് കൊണ്ട് കൊടുക്കും നമ്മൾ. ലൈറ്റ് ലൈറ്റും എല്ലാം ഉണ്ട്. ഫാനോ? ഫാന്, ലൈറ്റ്, ഇതൊക്കെ പഴയതില്ലേ, കേടായതൊക്കെ കൊണ്ട് കൊടുക്കും. ഫോണ് എല്ലാം ഉണ്ട്. എല്ലാ പഴയ സാധനങ്ങളെല്ലാം പഴയത്, ഓൾഡ്. ഡ്രസ്സോ? ഡ്രസ്സൊന്നുമില്ല. കണ്ണോ? കണ്ണാടിയോ? ആ കണ്ണാടിയൊക്കെ ഉണ്ട്. കണ്ണാടിയൊന്നും അവർ മേടിക്കുകയില്ല. മീനെന്നോ? മീനല്ല, അത് ബൈക്കാ. ബൈക്ക്. ചാക്കാണോ? എന്നാ ചാക്ക്? ചാക്കോ? ചാക്ക് തേക്കുന്നേ എവിടെ? ഒരു വണ്ടിക്കകത്ത്. ഓ എന്തിനാണ് ചാക്കില്? ഓ പിന്നെ നല്ലൊരു സ്മെല്ല്. അപ്പൊ നല്ല സ്മെല്ല് വന്നു ചാക്കിന്റെ. എനിക്ക് വന്നില്ലല്ലോ. നിനക്ക് മാത്രം വന്നാണോ? അപ്പൊ എന്താ ചാക്കിന്റെ മണമുണ്ട്. ഉണ്ടോ? മതിയോ? ചാക്കിന്റെ സ്മെല്ല് വന്നുണ്ട്. ബസ് വരുന്നില്ലല്ലോ. ഇത് മുണ്ടക്കയോ? നമ്മുടെ ബസ്സിന്റെ സമയമായല്ലോ, എന്നിട്ടാണ് വരാത്ത? ബസ് സ്റ്റാൻഡ് ഇത് 45 ആയല്ലോ ഇന്നെ താമസിക്കുന്നത്. കട ഇത് മുണ്ടക്കയ. ഇതൊക്കെ മുണ്ടക്കയാണേ. അപ്പേ ഇതല്ല അപ്പേ ഈ മോളില്. അപ്പേ ഈ മോളിലല്ല. അപ്പൊ ആ മോളിലല്ല ഏത്? ഒരു മഞ്ഞ പോയതില്ല. ഓ അത് മഞ്ഞാന്ന് തോന്നുന്നു. ഓ കഥ പറ. ഇതെന്തോ നോക്കോ? ഇന്നലെ ഇന്ന് അടുത്തില്ലേടി, ബസ് വരുന്നില്ലല്ലോ. അപ്പൊ ഇതല്ല വാഴയില് വെച്ചിട്ട് സദ്യ ഉണ്ടാവില്ലേ? സദ്യ, വാഴയില് സദ്യ. അത് മതിയോ? മതിയോ? വന്നു. ബസ് വരുന്നുണ്ട്. വാ. നിർത്തട്ടെ? ആ വന്നോ? എന്നാ പിന്നെ വരുന്നല്ലേ?
വേണ്ട എന്നാണ്ട് ഞാൻ ഇതിലേ ആ ഇപ്പം ആ ഒന്നുമില്ല ഞാൻ അമ്പലത്തിൽ ഇറങ്ങും പണിയൊന്നുമില്ല രാവിലെ ഇങ്ങനെ ഇറങ്ങും ചുമ്മാ ഇറങ്ങും ആ കാണുമ്പം അയാളുടെ ജോലി ആ അതന്നെ പണിയില്ലാതെ നിൽക്കണമെന്നാണ് അറിയണ്ട ആ അതെ നല്ല കാര്യം എന്നാ ശരി പോകണ്ടേ ഞാൻ ടാറ്റ ആ ആ എന്നാ പരിപാടി എന്നാ പരിപാടി ഇപ്പം തെന്നി കിടക്കുക വെള്ളം ഒഴുകുന്നുണ്ടോ അതാ എന്നാടാ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു എന്നാ പോകുന്നില്ലേ വരുന്നില്ലേ ഇവിടെ ഞാൻ പറഞ്ഞോ ചേട്ടാ വരുന്നില്ലാതെ ഞാൻ അമ്മയെങ്കിലും കൊണ്ടുവന്നില്ലായിരുന്നോ അമ്മ കൊണ്ടുവന്നാ അപ്പോൾ നൈറ്റി അങ്ങ് എടുത്ത് ചുരിദാർ എടുത്തിട്ടാ പോരെ പെട്ടെന്നാവും ചേട്ടാ ഒരു ഈ മനുഷ്യനൊരു ബുദ്ധിമുട്ടിക്കല്ലേ കേട്ടോ ഞാൻ എന്നൊക്കെ ചെയ്യുന്ന ഒരു ദിവസം എന്നുവെച്ച് ഭക്ഷണം കഴിച്ചോട്ടെ ഞാൻ പറഞ്ഞോ നീല പറഞ്ഞ മുടി വിട്ടാ എന്നെ കൊണ്ടുപോത്തിരുന്നു കൂടെ പിന്നെ എന്ന് വെച്ചാൽ PTA മീറ്റിങ്ങിന് കുടുംബസമേതം എല്ലാവരും കൂടെ അടച്ചു വീടടച്ചല്ലേ പോകുന്നത് എന്നെ വിളിച്ചാൽ നീ പോകണം എന്നെ ഇടത്തിന് കൊണ്ടുപോകുന്നേ നിനക്ക് എവിടെ പോകണല്ലോ ഞാൻ വേണോ ഞാനാ വേറെ പെണ്ണ് കേട്ടാതെ പെണ്ണ് കേട്ടോ കേട്ടായിരിക്കും പക്ഷെ എനിക്ക് അതുപോലെ എവിടെയും പോയ ആള് വേണം മതി പിന്നെ അല്ലാതെ എന്നെ വിളിച്ചോണ്ടിരുന്നില്ല നീ പോകുന്നേ നിനക്ക് നിന്റെ കാര്യം നോക്കിയാ പോരെ നീ ആ ശ്യാമളെ വിളിച്ചോണ്ട് പോയാ പോരെ നീ വരുന്നില്ലെന്ന് പറയാ ശ്യാമളെ കൊണ്ട് പോയനെ ഞാൻ പറഞ്ഞല്ലേ വരുന്നില്ലെന്ന് ആര് പറഞ്ഞു നീ വരുമെന്നാണോ ഞാൻ രണ്ടാമത് ഫോൺ ചെയ്തപ്പോഴും പറഞ്ഞത് ആര് പറഞ്ഞു ആണോ ആര് പറഞ്ഞു ഞാനോ ചുമ്മാ അനാവശ്യം പറയല്ലേ ഞാനാണ് നീ നടന്നോ ഞാൻ ഇപ്പൊ ഇറങ്ങി വന്നേക്കാം വെള്ളമൊഴുക്ക് നിന്നില്ലല്ലോ ഈ വെള്ളം ഏതാ ആ എന്നാ എന്നിട്ട് നീ പോയി ഓഫ് ചെയ്തോ ഞാനങ്ങോട്ട് പോയപ്പോഴുണ്ടായിരുന്നു ആ എന്നും നീ ഒരുങ്ങി കിട്ടി എവിടെ പോന്നാടി നിനക്ക് ജോലി വല്ലതും ഉണ്ടോ
അവർ വീണ്ടും അടച്ചല്ലോ. വെള്ളം ഈ ഓടെ കൂടെ പോകുന്ന വെള്ളമില്ലേ? അതാറേ അത് സാന്റിന്ന് വരുന്ന വെള്ളം അല്ലേ? ആ ഓടെ ആറേ? അത് പഞ്ചായത്തിന്റെ ഓടെ ഇവിടെ കിടക്കണം. ഇത് പഞ്ചായത്തിന് കൊടുത്തതാ. ആര്? പള്ളിയിൽ പഞ്ചായത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആറയാ? ഇപ്പൊ നമ്മൾ റോഡ് പഞ്ചായത്തിന് എഴുതി കൊടുത്തില്ലല്ലോ. എഴുതി കൊടുക്കാതെ പഞ്ചായത്ത് ഒരു സാധനം ചെയ്യത്തില്ല. എഴുതി കൊടുത്തിട്ടില്ല. എഴുതി കൊടുക്കാതെ പഞ്ചായത്ത് ഒന്നും ചെയ്തില്ല. എഴുതി കൊടുക്കാതെ പഞ്ചായത്ത് ഇവിടെ പണിയുന്നത്. ഇവിടെ ഈ ഇതിന്റെ അടി കൂടെ പൈപ്പ് ഇട്ട ഓർമ്മയുണ്ടോ? അറിയാം, മുണ്ടക്കാരാണോ? എന്നാൽ ഇതിന്റെ അടി കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്, വലിയ പൈപ്പ്. അത് പഞ്ചായത്ത് ഇവിടെ പണിയാണെങ്കിൽ അത് പഞ്ചായത്തിന്റെ സ്ഥലമായിരിക്കണം. അതാ പറഞ്ഞത്, കൊടുക്കുവാണെങ്കിൽ എഴുതി കൊടുക്കാൻ പറ്റുള്ളൂ. എഴുതി കൊടുക്കേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പഞ്ചായത്തിൽ പോവാ, ചോദിച്ചു നോക്കാം. ചോദിച്ചു നോക്കാം. ഗേറ്റ് പൂട്ടുന്ന ചോദിച്ചാൽ വണ്ടിക്കാര് പൈസ കൊടുക്കാതെ ഇതിലെ വന്ന് വണ്ടി എടുത്തോണ്ട് പോവാ. വണ്ടി ഇതിൽ ഗേറ്റ് പൂട്ടില്ലെന്ന് നമ്മൾ പറഞ്ഞില്ല. ഗേറ്റ് നിങ്ങൾ പൂട്ടണം, പക്ഷെ നടക്കാനുള്ള വഴി പിള്ളേരും പ്രായമായവരും ഒക്കെ നടക്കുന്ന ചെറിയ ഗേറ്റാ. ചെറിയ തുറന്നിട്ടിരിക്കണല്ലോ. ചെന്ന് നോക്കിയേ, അത് പൂട്ടിയിട്ടില്ല. ചെന്ന് നോക്കിയേ. അതോ? അത് തുറന്ന് അല്ല, നമുക്കിവിടെ ഗേറ്റ് അടച്ച് വണ്ടിക്കാരുടെ ഇതൊന്നും നമുക്കറിയാം. നമുക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? ആൾക്കാർ നടക്കുന്നതുകൊണ്ട് ഈ പള്ളിക്ക് എന്നാ ബുദ്ധിമുട്ടാണ് വരുന്നത് നമുക്കറിയണ്ടേ. അതിപ്പോ ഇങ്ങനെ തുറന്നു കൊടുത്തോണ്ടല്ലോ നിങ്ങളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ല, അതെ, ഇത് നേരത്തെ തൊട്ടേ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലല്ലേ, ഇത് തുറന്നു കൊടുത്തു. ഇവിടെ കയ്യാലിയായിരുന്നു. പിന്നെ ഇവര് മതിൽ കെട്ടി. അപ്പൊ വെള്ളപ്പൊക്കം വന്ന് മതിൽ പൊട്ടിച്ച് കളഞ്ഞു. കണ്ടോ? ആ പുള്ളിയെ തുറന്നാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് പൂട്ടിയിടുന്നതിന് നമ്മൾ പറഞ്ഞോളൂ. നമ്മൾ എന്ത് പിള്ളേരും ഈ മഴയും പിടിച്ചോണ്ടല്ലോ ആ സ്റ്റാൻഡിൽ കൂടെ ആ ബ്ലോക്കിനകത്തോടെ ബുദ്ധിമുട്ടാന്ന് പറയോ ചേട്ടാ? ഒരു കാര്യം, ഇത് പുതുവഴിയല്ല. അല്ല, പുതുവഴി ആക്കാ. ഇത് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഓടയുടെ ഇതിലെ കൂടെ ഓടയുടെ സ്ഥലം നിങ്ങൾ നിങ്ങൾ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ പുതുവഴി ആക്കിക്കോ. നമുക്ക് അങ്ങനെ ഒരു പള്ളിയായിട്ടോ അല്ലെ ആരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല. ചെയ്യാമെങ്കിൽ നടക്കാനുള്ള വഴിയൊന്ന് തുറന്ന് നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്തോണം. അന്ന് അങ്ങനെ ഉണ്ടോ അടച്ചിടണം, നമ്മൾ ചെയ്തോളാം. പിന്നെ അങ്ങനെ എന്തുമാത്രം ആൾക്കാരാണ് നോക്കിയില്ല കൂടെ. പുതുവഴിയല്ല ഇത്. പുതുവഴിയാ വേണ്ടെന്നേ. നിങ്ങളുടെ അമ്പലം വഴി പുതുവഴിയാക്കി ആൾക്കാർ നിങ്ങൾ സമ്മതിക്കും. അത് അവിടെ അമ്പലത്തിന്റെ അടുത്ത് നോക്ക്. അമ്പലത്തിന്റെ പള്ളിയുടെ ഒന്നും ബിസിനസ് അല്ല നമ്മുടെ ഇത്. അവിടെ 6 മണി കഴിഞ്ഞ് ആ പറമ്പിൽ ഒരു നിർത്തുവല്ല. ഇവിടെ എന്ന് പറഞ്ഞു വണ്ടി ഇപ്പൊ ആൾ കാണിച്ച തെറ്റാണ്. അത് ഞാൻ സമ്മതിച്ചു. അതേ പറഞ്ഞോളൂ. ഇത് പൂട്ടണം നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. ഇത് പൂട്ടിയിട്ടോട്ടെ, ഈ ഒരു നടക്കാനുള്ള സാധനം മാത്രം. അതേ പറഞ്ഞോളൂ, അത്രേ ഉള്ളൂ. അല്ല, ചേട്ടൻ്റെ പേരെന്നാ? എന്റെ പേര് ജോസഫ്. ഞാൻ പറഞ്ഞു കേട്ടോ. ആ ചെറിയ ഗേറ്റ് തന്നെ കൂട്ടി. ഞാൻ നൈറ്റ് നിൽക്കുന്നവനാ. ആ ചെറിയ ഗേറ്റ് തുറന്നോ. അതേ പറഞ്ഞോളൂ. ഒരു മാനുഷിക പരിഗണന, ഒരു മര്യാദ, അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ഇവിടെ ഇപ്പം നിയമപരമായിട്ടിത് പൊതുവാണോ പൊതുവല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പോലീസ് സ്റ്റേഷനും പഞ്ചായത്തും എല്ലാം അമ്പലത്തിൻ്റെ സ്ഥലത്തായിരിക്കുന്നത്. ആ മുണ്ടക്കയത്തിൻ്റെ ആ മൊത്തം പഞ്ചായത്തിൻ്റെ അമ്പലത്തിൻ്റെ ആയിരുന്നു. അമ്പലം മൊത്തം ഓരോരുത്തർ ഒരു നോക്കാനും ഒന്നും ആരും ഇല്ലാതെ കൈ അടക്കി പോയി. ചേട്ടാ, ജോസ് എന്ന് പറഞ്ഞ ചേട്ടനാ ഗേറ്റ് തുറന്നിടാൻ പറഞ്ഞേ. അതിനകത്തിന് അടച്ചിട്ടേക്കെന്ന് ചോദിച്ചു. അത് പുള്ളി പറഞ്ഞ തുറന്നിടാൻ. അച്ഛൻ പറഞ്ഞിട്ടാണോ? പുള്ളി ഇപ്പോൾ സംസാരിച്ചോ? പുള്ളി പറഞ്ഞത് തുറന്നിടാൻ പറയാൻ പറഞ്ഞു. ഇവിടെ തുറക്കത്തില്ലല്ലോ. വഴിയെ പോകുന്നതല്ല. ജോസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫാണോ? ഇവിടുത്തെ ആളാണോ? അച്ഛൻ ആണോ? ഇവിടുത്തെ നൈറ്റ് നിൽക്കുന്നതെന്ന് പറഞ്ഞ്. പള്ളിക്കാരനാന്നേ ഉള്ളെന്ന്. ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ നിന്നുണ്ടല്ലോ, ഈ കെട്ടിടങ്ങൾ ഇരിക്കുന്നതാണ് തൊട്ട് മുകളിലോട്ട് ഫുള്ള് അമ്പലത്തിൻ്റെ സ്ഥലമായിരുന്നു. അത് ഓരോരുത്തർ കയറി നടക്കുമല്ല, കയറി പിടിച്ചെടുത്ത് ഇവിടെ തൊട്ട് അങ്ങോട്ട് മൊത്തം ആവശ്യമില്ല. ഈ കോട്ടത്തിന് പോവാം, മൊത്തം പിടിച്ചെടുത്താ. ഇപ്പം അതെല്ലാം ഓരോരുത്തരുടെ കയ്യിലായി. അവൻ എവിടെ
പരിപാടിയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇറങ്ങി സ്കൂളിൽ പോകാൻ വേണ്ടി പോയതാണ്, പക്ഷെ നടക്കുകയല്ല. ഇതല്ലേ ഇവരുടെ കട. ഇന്ന് മറ്റേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ശരിയാ, എന്തേലും മേടിക്കാൻ പറഞ്ഞു പിള്ളേരോട്. അത് അവിടുന്നേ മേടിച്ചിട്ട് കാശ് കൊടുക്കണ്ടേ? പിന്നെ അത് കൊടുക്കണം. PTA മീറ്റിങ്ങും ഇന്ന് ഇവരുടെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഭിന്നശേഷിക്കാരുടെ. ആണോ? വിളിച്ചെന്നേ, വിളിച്ച് പറഞ്ഞായിരുന്നു. സാറ് വിളിച്ചു, വിളിച്ചു. ആണോ? പിള്ളേരുടെ വിളവെടുപ്പല്ലേ, മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പാണ് ഇന്ന്. കുഞ്ഞുങ്ങൾ തന്നെ എല്ലാം ചെയ്ത് കൊള്ളാം. അവരെ കൊണ്ട് പറ്റുന്ന അവർ ചെയ്തു. ആ ആരാണ് PTA മീറ്റിങ്ങും പിന്നെ വിളവെടുപ്പ്, കുട്ടികളോട് കുറേ ഭിന്നശേഷിക്കാർ കുറേ ആൾക്കാർ അവരുടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം കൂടെയാണ് ഇന്ന്. അതിനു വേണ്ടി വന്ന ചേട്ടാ ഒതുക്കി വെച്ച് ഓടി. എൻ്റെ ശാമ്പവി ഇതിനകത്ത് അങ്ങോട്ട് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നോക്കുന്നില്ല. ശാമ്പവി ഇരിക്കുന്നു. ഇതുപോലെ എല്ലാം കൂടെ പതാർന്ന് നീലാഞ്ജനപ്പൈ വിളവെടുക്കാൻ നീ കൂടെ വാ. താലി ചെറുപ്പീലി അരത്താലി പൂച്ചൂടി രാഗൻ കുട്ടിൻ വിളവെടുക്കാൻ നീ കൂടെ വാ. ഒരു കണ്ണാൻ എന്നെ നോക്കൂലേ പൂക്കൂലേ എന്നിൽ പൂക്കൂലേ. ഒരു കണ്ണാൻ എന്നെ നോക്കൂലേ പൂക്കൂലേ എന്നിൽ പൂക്കൂലേ. ബുദ്ധിപരമായ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി 1979 കാഞ്ഞിരപ്പള്ളി രൂപത ആരംഭിച്ച ആശാനിലയം ഇന്ന് അതിന്റെ യാത്രയുടെ മറ്റൊരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ചെങ്കല്ല് 19-ാം മൈലിൽ 12 ഏക്കർ സ്ഥലത്ത് 12 വ്യത്യസ്ത പദ്ധതികളോടുകൂടി നിലകൊള്ളുന്ന പദ്ധതിയാണ് ഇവിടെ. ഇവർക്ക് പഠനം, നൈപുണ്യ വികസനം, വിവിധ തൊഴിൽ സംരംഭം, പുനരധിവാസം എന്നിവ നൽകുകയാണ് ലക്ഷ്യം. മൃഗപരിപാലനം ഒരു പെറ്റ് തെറാപ്പി എന്ന നിലയിൽ കൂടിയാണ് കാണുക. പശു വളർത്തൽ, ആട് വളർത്തൽ, താറാവ്, വിവിധയിനം കോഴികൾ, മുയൽ, ലവ് ബേർഡ്സ്, വിവിധയിനം മീനുകൾ തുടങ്ങിയ പെറ്റ് തെറാപ്പിയുടെ ഭാഗമായി ഇവിടെയുള്ളവയാണ്. ഒരു കരുണ തന്നാസാരധാരകൾ ചൊരിയു അംബികേ പർജന്യദേവതീ സുരുചിരോധാര സന്താനശാഖിയായി കരികൽപ്പകൾ കാളകൾക്കൊപ്പമായി
വരി വരിച്ചാല് കീറിടവേ താളത്തിൽ പുതിയ ജീവൻ തുടിക്കട്ടെ മേൽക്കുമേൽ ഹരിയ സൗഭാഗ്യദാരകൾ കക്ഷയ ചരിതയാക നീ കർഷക ക്ഷേത്രമേ ചരിതയാക നീ കർഷക ക്ഷേത്രമേ. നമുക്കേറെ സന്തോഷമുള്ള ഈ ദിവസത്തിന്റെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കാനായി നമ്മുടെ പഠനവും പരിശീലനവും പുനരധിവാസം നൽകുന്ന ഒരു ഇടമാണ്. എന്നാൽ ഈ പുനരധിവാസം വെറും യാന്ത്രികമായി നടക്കാൻ പാടില്ല എന്നുള്ള വലിയ നിശ്ചയവും നിശ്ചയദാർഢ്യവും നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ കൃഷിക്കും മൃഗപരിപാലനത്തിനും തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ ഭാഗം എന്ന നിലയിൽ കാഞ്ഞിരപ്പള്ളിയിലും ഇവിടെയും നൂതനങ്ങളുമായ പരിപാടികളെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് 12 ഏക്കർ അടങ്ങുന്ന ഈ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. അത് ഒരു വർഷത്തിന് മുമ്പ് പൂർത്തിയാകുമ്പോൾ ഈ ചെടികളിൽ പഠനങ്ങൾ കൗതുകരം എന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിന് ശാന്തി നൽകുക. അത് തന്നെയാണ് ഹോർട്ടിക്കൾച്ചർ രൂപയാണ് മുടക്കുന്നത്. എന്നാൽ അദ്ദേഹം ചെറിയൊരു തുക മാത്രമേ എനിക്ക് വാങ്ങിച്ചിരുന്നു മാത്രമല്ല ആ തുക ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സാറിനെ വിളിക്കാതിരിക്കുകയായി പണം കൊടുക്കാൻ ഇല്ലാതിരുന്നത് സാധിക്കുന്നത് കൃഷിയെ കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഇടയ്ക്കിടയ്ക്കുള്ള കൃഷിയുടെ കാര്യങ്ങൾ നോക്കി അനുഷ്ഠിച്ച കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനായ പ്രൊഫസർ സാറിനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയും സ്വാഗതം ചെയ്യുകയും ഇനി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തെറാപ്പി എന്ന കൺസെപ്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പശുപരിപാലനം എന്ന് പറയുന്നത് കുട്ടികളുടെ ഏതായാലും ഈ ഒരു സംരംഭത്തിൽ എല്ലാ ഇത് ഒരുപാട് ഞാൻ ഒരു കാര്യം എന്ത് ഭംഗി എവിടെയൊക്കെ കാണാനോ, എന്ത് വൃത്തിയും നീറ്റായിട്ട് ഇട്ടേക്കുന്ന എല്ലാ സ്ഥലവും കേട്ടോ. ശംഭുവിനോട് പഠിക്കാൻ പറ്റിയല്ലോ. വളരെ ആദായകരമായ ഒരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഈ സംഘാടകർ കാരണം നമുക്കറിയാം ഇവിടെ വരുന്ന കുട്ടികളെയും അതോടൊപ്പം ഇടയ്ക്ക് കടന്നുവരുന്ന മറ്റ് അനവധി ആളുകൾക്ക് വളരെ മനോഹരമാകുന്ന ഒരു ഗ്രാമമാക്കി ഒരു കൃഷിയിടമാക്കി ഇതിനെ മാറ്റുവാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കുന്നു. ഞാനും ഒരു കർഷകൻ എന്ന നിലയിൽ ആദ്യം നമുക്കറിയാം മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വായു പ്രദേശത്തിന് കൂടുതൽ ആനുകൂല്യം ലഭിക്കത്തുള്ള പദ്ധതികൾ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാർഷിക മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഉത്തേജനം നേടുന്ന നിരവധി പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു. ഏതായാലും ഈ മനോഹരമായ കൃഷി അതിൻ്റെ സംഘാടനവും നടത്തിയ പ്രിയപ്പെട്ട ബഹുമാനിയെ ഞാൻ നന്ദിയോട് ഓർക്കുന്നു. ഈ പ്രിയപ്പെട്ട റോബിനെ പ്രത്യേകം വെച്ചുകൊണ്ട് ഈ എല്ലാവിധമായ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട്
എൻ്റെ ചെറിയ വാക്കുകൾ തീർക്കുന്നു. എനിക്കും ജയരാജനോടൊപ്പം കൂടുതൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് വെയിലെന്നുള്ളതിൻ്റെ കുഞ്ഞിരിക്കുന്നത് എല്ലാ പിള്ളേരും കേട്ടോ. ടീച്ചറെ അഭിൻ്റെ നമ്മളിവിടെ നിന്ന് എണീപ്പിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. വെയിലായോണ്ടേ കുഞ്ഞുങ്ങളെല്ലാം എണീപ്പിക്കുക. എന്നെ കാണാതിരുന്നാൽ മതി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതേ പോന്നു എൻ്റെ കൊച്ചിതേ പോന്നു. ഇതേ ഇരിക്കുന്നു. വെയിലത്ത് കഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാവരോടും നന്ദി. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഡോക്ടർ എൻ ജയരാജ് സാർ, ഗവൺമെൻറ് ചീഫ് നമ്മുടെ കൂടെ ഇല്ല എങ്കിലും സാർ നമ്മുടെ സ്ഥാപനത്തിലൂടെ ഏറെ കടപ്പെട്ട ആളാണ്. എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളാണ്. സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിന് അധ്യക്ഷത അനുഗ്രഹിച്ചത് ഞാനും മേടിച്ചു ഡ്രാഗൺ ഫ്രൂട്ട് 1 കിലോ 3 എണ്ണം. ഇവിടുത്തെ തന്നെ വിളവാട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ തിരിച്ചു പോവാം. PTA മീറ്റിങ്ങും കൂടി, ക്ലാസ് PT ആയിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചു പോകാം. എവിടെയാണോ നിൽക്കേണ്ടത്? സ്റ്റോപ്പ് അങ്ങാന്ന് തോന്നുന്നു. ഇതാണ് ഷാമ്പൂ പറഞ്ഞ ജിറാഫ്. അങ്ങ് അവിടം വരെ നടക്കണം, ബസ് സ്റ്റോപ്പ് ആവണേൽ. ഓക്കെ, ഞാനിവിടെ പണ്ട് വന്നിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ, കൊറോണ ടൈമിന് മുന്നേ ഞാനൊരു ട്രസ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെ ആയിരുന്നു സ്കൂൾ. അന്നേരം ഈ ഭാഗത്തും കണ്ടായിരുന്നു എനിക്കൊരു ഓർമ്മ. ഇവിടെ അല്ല വന്നത്, അവിടെ പ്രായമുള്ളവരെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. അവിടെ ആ ഭാഗത്ത് ആയിരുന്നെന്ന്. അവിടെ തന്നെ. ഞാൻ പറഞ്ഞ മറ്റേ കാര്യം അന്വേഷിച്ച് പറയാം. വഴിയുടെ കാര്യം മീറ്റിംഗ് ആവില്ല, പ്രശ്നം ചോദിക്കാൻ കുറച്ചായിട്ട് മീറ്റിംഗ് അടക്കം കേട്ടോ. ഒന്ന് വിളിച്ചേക്ക് വന്നോ? അതെ, വിളിക്കാം. മറക്കല്ലേ? അല്ലേ? ഡ്രൈവിംഗ് സീറ്റ് കീറിയിരിക്കുക. അതിനകത്തൂടെ വഴി കാണും. അല്ല പിന്നെ അവനങ്ങനെ കയറാനോ? ആര്? ഫോൺ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കല്ലായിരുന്നോ? ഞാൻ അതേ നോക്കിയായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സ്ഥലത്ത് പോയതല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ കാണുമെന്ന് വിളിച്ച് പറയാം. എല്ലാ കാര്യവും അറ്റൻഡ് ചെയ്യാനുള്ള കഴിവും ഇതൊക്കെ അതിനുള്ള കഴിവ് എനിക്കുണ്ട്. പക്ഷെ ഇതിനകത്ത് ഇടയ്ക്ക് കുറ്റം പറയാൻ വന്ന എന്റെ കഴിവ് പറയും. ടിക്കറ്റ് കൂട്ടാൻ ഞാൻ പറയും. ഹലോ ദേഹത്തോടൊക്കെ വരുത്താതെ ഞാൻ നല്ല വേർതിരിക്കും. നല്ല പണിയെടുത്ത് അടുത്ത് കഷ്ടപ്പെട്ടു വരുന്നു.
ഇത് ഞാൻ അവിടുന്ന് പറയാൻ വേണ്ടി വെച്ചാൽ ഞാൻ സാധനങ്ങളൊന്നും മേടിച്ചില്ല. നന്നായി. അവിടുത്തെ വിളവെടുപ്പായിരുന്നു ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ, അത് മാത്രം മേടിച്ചു. കാരണം അത് മേടിക്കണം, കാരണം അവിടുത്തെ പിള്ളേർ അതായിരുന്നു ഇന്നത്തെ. അതായിരുന്നു കിലോ 200 രൂപ. 100 രൂപ ഉള്ളല്ലോ കിലോയ്ക്ക് ഇവിടെ കടയില്. 200 രൂപയാണോ ഡ്രാഗൺ ഫ്രൂട്ട്? അവിടുന്ന് തന്നെ പിള്ളേർ അന്തരം തന്നെ പറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അത്. അപ്പൊ എനിക്ക് വീഡിയോ എടുത്തോ നീ? ഭയങ്കര ഷാമ്പൂയെ കണ്ടോ? കണ്ടതിന്റെ മാളെ എന്നെ കണ്ടപ്പോ അയ്യോ വാ നമുക്ക് പോയേക്കാം, അയ്യോ വണ്ടി എന്ത് ചെയ്യും, അയ്യോ ഒന്നും പറഞ്ഞ് തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യുമോ എന്താ എന്റെ പൊന്നെ അവസാനം പിടിച്ചെടുത്ത് വരും നമ്മളെ. ഇന്നൊരു തല്ലുപുള്ളി ഭയങ്കര പിടിച്ചത്. ഇത് 3 മേടിച്ചുള്ളൂ, അതുകൊണ്ട് ഞാൻ വേറൊന്നും മേടിച്ചില്ല. 1 കിലോ തൂക്കി തന്നെ. താഴത്തെ ബസ് ഓടിക്കുന്ന ജയഞ്ചാണ് തൂക്കി തന്നെ. അത് മതി. ഒരെണ്ണത്തിനാ 100 രൂപ. ചീഫാണ് ജയരാജൻ, മന്ത്രിയല്ലേ. എനിക്ക് കാര്യം അദ്ദേഹം കാണാൻ ചെയ്തു. അദ്ദേഹം തന്നെ ഇതുണ്ട്, പുള്ളിക്ക് അതിന്റെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അടിപൊളി നല്ല ഒന്നാമത് നല്ല നമ്മുടെ പിള്ളേർ അവിടെ വിളയിച്ചെടുക്കും. സംഭവമാണ് ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ. അതിന് ചെടിയുണ്ടോന്ന് ചോദിക്കാൻ പറ്റുമോ? ശാംഭവിയെ വിളിക്കാം. നിന്നോട് സ്കൂൾ ബസ്സിന് അവർ ബസ്സിന് പോകാൻ എന്നാലും കഴിക്കാനും നീ പോകുന്ന സമയമെല്ലാം സെയിമാ. നീ പോകുന്ന സമയത്താണ് സ്കൂൾ ബസ് പോകുന്നത്. അമ്മയുടെ കാര്യമില്ല. നോക്കട്ടെ കാശുണ്ടോ എന്ന് നോക്കട്ടെ. വണ്ടിക്ക് ഒരു എത്ര രൂപ എന്ന് പറയാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അല്ല പിടിച്ചിറക്കാം. അവളോട്ടിരിക്കുകയാണല്ലോ, വരുന്നില്ല ഇറങ്ങി. പിന്നല്ല നീ എന്തിനാ വീട്ടിൽ പോ. ഓട്ടോയ്ക്ക് ഒരു ദിവസം ഓട്ടോയ്ക്ക് പോയാ നീ വരണമായിരുന്നു പറയാ. നീ വണ്ടി അങ്ങനെയൊക്കെ വരും, അതൊക്കെ വരും. നമ്മൾ നടക്കുന്നത് അല്ലാതെ ചുമ്മാ ഇല്ലേ ഓടയല്ല. അവിടെ വരുമ്പോൾ വണ്ടി സ്ലോ ചെയ്ത് പോകണം നിയമമുണ്ട്. അമ്മമാർ സ്ലോ ചെയ്യാത്ത നമ്മളെ കുഴപ്പം. ഡി മര്യാദയ്ക്ക് നടന്നേ. എന്നെ പിടിച്ച് ഞാൻ കറി വെക്കും കേട്ടോ.
ഞാൻ മിണ്ടാകണം. ഓട്ടോയ്ക്ക് ഇത് ഓട്ടോയ്ക്ക് ഓട്ടോ മുണ്ടിപ്പോയല്ലോ ഓട്ടോയുടെ കാര്യം കേട്ടോ. ശാംഭവിയെ ഞാൻ വീട്ടിൽ ചെല്ലട്ടെ. സാറാ നടക്കട്ടെ. അയ്യോ വേണ്ട. ആ എന്നാൽ മര്യാദയ്ക്ക് നടക്കാം അങ്ങോട്ട്. വെടി നടക്കാൻ വരുന്നുണ്ട്. അമ്മച്ചി വരുന്നുണ്ട്. എനിക്കിടെ നിന്നെ അമ്മച്ചിക്ക് കൊടുത്തു വിട്ടേക്കാം. ആ വേണം. ആരാ അത്? ഇതാരാടി പേരനാ? ആ പേര് രാവിലെ പറഞ്ഞില്ലേ, ഓർത്തിരിക്കണോ? ചെരുപ്പ് കയറ്റിയിടേ. വന്നു പറ. അമ്മച്ചിയുടെ പേരനാ? രാവിലെ ചോദിച്ചല്ലേ നീ? പോയടി ഇല്ല ഒന്നുമല്ല. മാറ്, വണ്ടി പോട്ടെ. ഓട്ടോ വലിയൊരു കിട്ടാച്ചില്ല, നടന്നു വേണേ പോവാം. ഓട്ടോ മര്യാദയ്ക്ക് നടന്നു നോക്കൂ. പോകണം ഓട്ടോയ്ക്ക് ഓട്ടോ പോകും. കവരയിലുണ്ടോ? വേണ്ട, നടന്നു പോവാം. നടന്നു പോകുന്നല്ലോ. പിന്നെ നിന്നെ ഓട്ടോയ്ക്ക് കൊണ്ടുപോകുന്നു. പോയി ഓട്ടോ ഒന്നുമില്ല, നടന്നു പോകും. ശരവണം വിളിക്കുന്നു. ഒന്നുമില്ല, ടാറ്റാന്ന്. പൊക്കെ അങ്ങോട്ട്. ഓട്ടോ ഉണ്ട് അവിടെ കിടന്നോ. നീന്ന് ആരാ പറയാ എനിക്ക്? ചെറിയ ചേട്ടനാ? വേണ്ട. പിന്നെ നടന്നേ അങ്ങോട്ട്. അതെ, ഓട്ടോയ്ക്ക് പോയാൽ എങ്ങനെ ഇവരെ കാണുന്നത്? ഓട്ടോയ്ക്ക് പിന്നെ ഓട്ടോയ്ക്ക് വാടി. സൈഡ് ഇതേ കൂടെ പോ. ആ ഓട്ടോ ഗൾഫിന് പോയി. എന്നാ വേറൊന്നും ചോദിക്കാനില്ല. അച്ഛനെന്ത്? ഇതാണോ എത്ര? ആ ഓട്ടോ കയറിക്കും. ഇതേ ഓട്ടോ കയറിക്കും. ഒന്നുമില്ല. ഓട്ടോ വേണ്ട, നടന്നോ. ആ ഒരു ദിവസം ഓട്ടോയിൽ പോയപ്പോൾ കണ്ടോ ഉള്ള സ്വഭാവം മാറിയേ. നീ നിന്നെ ഓട്ടോയിൽ കയറ്റാം കേട്ടോ. വാങ്ങിക്കോട്ടോ. ഓട്ടോയ്ക്ക് പോവാം. ഓട്ടോയ്ക്ക് പോകണം. ഈ ഓട്ടോ പോവാം. ഈ ഓട്ടോ ഒന്നും പോകുന്നതല്ല. ചേട്ടന്മാരുണ്ടോ ഓട്ടോയ്ക്ക് അയക്കുന്നത്? പെയിന്റ് അടിക്കാൻ ഇട്ടേക്കുന്നത് അത് ഓട്ടോ. ഞാൻ ഓട്ടോയ്ക്ക് വന്നു.
നിനക്ക് നല്ലതായിട്ട് നടക്കാൻ അറിയാമല്ലോ, പിന്നെ നിനക്ക് ഇതാണോ? ആ അതാണ്. അപ്പൊ ഓട്ടോയ്ക്ക് വാ. ഇല്ല, നടന്നു പോകും, നടന്നു. ഓട്ടോയ്ക്ക് വാ. സോറി അപ്പ. ഓട്ടോയ്ക്ക് വാ. അപ്പുറത്ത് എവിടെ ഓട്ടോ? ഓട്ടോയ്ക്ക് എന്നാണ്ട് ഇവിടെ വിളിക്കാൻ പോയാ? ചേട്ടാ ഓട്ടോയ്ക്ക് പോണം. ഓട്ടോയ്ക്ക് പോണം. എന്നാ പൊക്കോ, നടന്നു പോയേക്കോ. വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓട്ടോയ്ക്ക് നോക്കാം. പോകണ്ട, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഓട്ടോ? എവിടെ? ആ സ്കൂളിൽ പോയില്ലേ നിന്റെ ജയമ്മ? നിന്റെ സ്കൂളിലുണ്ടായിരുന്നല്ലോ ജയമ്മ. ജയമ്മ സ്കൂളിൽ വന്നോ? എന്നിട്ട് എന്നാ പറഞ്ഞു? ചുമ്മാ വന്നാണോ? ജയമ്മ സ്കൂളിൽ നിന്റെ സ്കൂളിൽ ജയമ്മ. ആ വരുന്നില്ലടി. പയറോ? നിന്റെ സ്കൂളിൽ വന്നില്ലടി ജയമ്മ? അതിനാ ഈ റോഡിൽ കയറുന്നവരെ ഇവിടെ കൊണ്ടുവരാനുള്ള പാടേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ വണ്ടി വല്ലതും വരുമ്പോൾ പിടിച്ചാൽ മതി, പിന്നെ ഒരു കുഴപ്പമില്ല. ഓട്ടോയിലും പോകണ്ട, ഒന്നും പോകണ്ട. റോഡിൽ കൂടെ നടക്കും. ഓട്ടോ കാണുമ്പോൾ ഓട്ടോ ആൾക്കാരെ കണ്ട അവർ എല്ലാ വള്ളിയും പിടിച്ചിട്ടേ പോരുള്ളൂ. ഒരു സോറിയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ഇതുപോലെ മര്യാദയ്ക്ക് കിടക്കാറില്ല റോഡിൽ കൂടെ? ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം. വീടാണെന്ന് അറിയത്തില്ലല്ലേ? നടന്ന് കയറ്റുമ്പോൾ എത്തിക്കോളും. ആ ഇരിക്കുന്ന പിന്നെ ആരാ? കണ്ണ് കാണത്തില്ല എനിക്ക്. ആ ശ്യാമമ്മയൊന്നും അവിടെ കാണുന്നില്ല. പിന്നെ നീ ചുമ്മാ കിടന്ന് കാറി കിട്ടുന്ന കാര്യം? വീട്ടിലുണ്ട്. ഇന്ന് എപ്പോഴാണ് ഇവിടെ വണ്ടി വന്നേ? അയ്യോ പയ്യെ നടക്ക്. 6:10 ഇപ്പം. 6:06 ഡി പയ്യ നടക്കേ. തെന്നും ഇല്ല, മൊത്തം വെള്ളം ഒഴുകുമായിരുന്നു. അയ്യോ ഇന്ന് നിന്നെക്കകത്ത് ആരും നിൽപ്പില്ലല്ലോ. ആരുമില്ല. വീഴുമെന്ന് പറഞ്ഞു. ആരുമില്ലെന്ന് തുറക്കാൻ. ഒന്ന് തുറക്കാൻ ആരുമില്ല. പിന്നെ വായിയോ?
ഷാമ്പൂടെ തുറക്കാം. പക്ഷെ ഇവള് പറയൂടി, ഇവള് പറഞ്ഞു കൊടുക്കും. വരുന്നുണ്ട്. ആരെ അവള് വന്നില്ലേ? പിന്നെ അവൾ എത്ര നേരമായി? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്നാ വരുമായിരിക്കും. എപ്പോൾ വരണ്ട? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സ്കൂൾ ബസ്സിന് വിട്ടാൽ മതി. അപ്പോൾ നിനക്കൊക്കെ ലൈൻ ബസ് വേണം. അങ്ങനെ തന്നെ വേണം. എന്ത് ചെയ്യുന്നു? ഞാനോ? അതിനകത്തിന് ഞാൻ ഓർത്ത് വന്നിട്ട് നീ ആരാണേ ഇറങ്ങിപ്പോരടി. എവിടെയാ അവള്? എന്ത് നിന്നോട് ഇറങ്ങി വരാൻ ഞാൻ പറഞ്ഞോ? ആദ്യം അപ്പനെ നോക്കിയിരുന്നു. അപ്പ വന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞ ഷാമ്പൂടെ വണ്ടിയാണ്. ഞാൻ പിടിച്ചു നിർത്തിയോ? വിചാരിച്ചില്ല, ഞാൻ ഇപ്പൊ വരും വിചാരിച്ചിരിക്കല്ലേ. നമുക്ക് താമസിക്കണ എന്റെ നീയല്ലേ അടക്കണ്ടേ? അതൊക്കെ ഡ്രസ് മാറ്. പൊറോട്ട ഒന്നും കിട്ടിയില്ല, അത് തീർന്നു പോയി. രാവിലെ ആയിരുന്നു അത് കിട്ടണം. ഞാൻ കുറച്ച് ഉഴുന്നോടേം പരിപ്പോടെയൊക്കെ മേടിച്ചു. മതിയോ? എന്നേലും മതിയല്ലോ. ചുമ്മാറ മഴ വരുന്നത് എന്റെ കൊച്ചു തലേന്ന് ഞാൻ പേടിച്ചു. എന്നെ പറ്റിയെന്ന് ചാമയ്ക്ക് വല്ലതും പറ്റിയെന്ന് ചാടി ഞെട്ടി എണീറ്റ്. ശ്യാമളമ്മയ്ക്ക് വല്ല മയക്കമരുന്നും കൊടുത്ത് ബോധം കെടുത്ത് കിടത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം സമ്മതിക്കാം. സംഭവിക്കാൻ കൊച്ചിന് കൊടുത്തില്ല. കാണിക്കട്ടെ. ശമ്പൂട്ടാ എന്നോട് പറഞ്ഞ ആദ്യം പറഞ്ഞു തരാം. ശമ്പു ആദ്യം ക്ലാസ് ഇരുന്നോണ്ട് പറഞ്ഞു ബ്ലൂ പറഞ്ഞു, പിന്നെ യെല്ലോ പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞിട്ട് ബ്ലൂ പറഞ്ഞില്ല. അത് എനിക്ക് റെഡ് വേണോന്ന് പറഞ്ഞു, പിന്നെ പിങ്ക് വേണോന്ന് പറഞ്ഞു, യെല്ലോ വേണോന്ന് പറഞ്ഞു. ഞാൻ ഇതുള്ളൊരു വഴി. ശമ്പൂട്ടാ ഇവിടെ ഇല്ല, അവിടെ വെട്ടം വിളിച്ചൊന്നുമില്ല. ശമ്പൂട്ടേക്ക് വന്നേന്നോ? നിനക്ക് ഏത് കളറിന്റെ വാട്ടർ ബോട്ടിലാ വേണ്ടേ? തുണിയില്ലായിരിക്കും വരുന്നത്. ഡ്രസ്സില്ലാണോ വരുന്നേ? ഇങ്ങോട്ടെ, ഏത് കളറിന്റെ വാട്ടർ ബോട്ടിലാ വേണ്ടേ? ഏതാ വേണ്ട? കളർ പറ. ബട്ടൺസ് ഇട്ട് കൊടുത്തേ വെച്ചേ. ബട്ടൺസ് ഇട്ട് കൊടുത്തേ. ബട്ടൺസ് ഇടുവാണെ പറയാം. ബ്ലൂവോ? പിന്നെ ഇന്നലെ സ്കൂളിൽ വെച്ച് പറഞ്ഞു പിങ്ക് വേണം. യെല്ലോ വേണോ? എല്ലാം കൂടെ ഒരുമിച്ചായാലോ? ശ്യാമള എന്നെ കാണിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ളതുണ്ട്. പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അപ്പൊ ഒരു വന്നേ. ഞാനാ മേടിച്ചേ? ആരാ മേടിച്ചേ? പറ. ആരാ മേടിച്ചേ? അപ്പ മേടിച്ചെന്നാ പറയാ. അപ്പയാണ്. ഇതാരാ മേടിച്ചു കൊടുത്തേ? അപ്പ മേടിച്ചതാ. നീ ജയെന്ന് പറയുവാണെങ്കിൽ ഞാൻ ആ പൈസ ലാഭിച്ചല്ലോ എന്ന് ഓർക്കുമായിരുന്നു. അപ്പ പറയാ സ്കൂളിൽ വന്നോന്ന് ചോദിച്ചേ. ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചമ്മ ഉണ്ടല്ലോ. എന്താ പ്രശ്നം? അങ്ങനെ തുറക്കണ്ട. അതെ, അമ്മ കാണിച്ചു തരാം. കാണിച്ചിട്ട് ഇതെങ്ങനെയാന്നറിയോ? ഉച്ച ഞെക്കിക്കേ. അയ്യേ പറ്റിച്ചേ. ഞെക്കിക്കേ. ഓ, വൈറ്റ് ഇങ്ങനെ ഞെക്കണം. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങനെ കുച്ചണം. അവക്കറിയത്തില്ല അങ്ങനെ വലിച്ചു കുടിക്കാൻ. പിന്നെ അതും അറിയത്തില്ല. പിന്നെ എന്നാ രണ്ടെണ്ണം. ഇതെന്തോ മലവെന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് പാത്രത്തിനകത്തും ചൂടുവെള്ളം ഒഴിക്കല്ലേ. പച്ചവെള്ളത്തിൽ കഴിയാൻ കഴിയാൻ മതി. ചൂടുവെള്ളത്തിൽ ഒഴിച്ച് അതെല്ലാം കൂടെ ഉരുകി. ഇനി സത്യം പറഞ്ഞ പണ്ടിരിക്കും തോന്നി അമ്മയൊക്കെ ഞാൻ സ്കൂളിലെ ഡ്രാഗ് ശാംബോബയുടെ സ്കൂളിലെ അവിടുത്തെ കുട്ടികൾ ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്തതല്ല, കൃഷി ചെയ്ത.
കണ്ണോക്കറിയാം ഇത് കൃഷി ചെയ്താന്ന് വെറുതെ ചുമ്മാ ഉണ്ടാകത്തില്ലെന്ന്. മതി മതി മതി. ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ പഴം ഇടും. ഷേക്ക് കുടിച്ചേ ഷാമ്പോയ്ക്ക്. ഇതേ ആ ക്യാമറ എന്തെങ്കിലും വരാണ് ഞാൻ ഒരു കാര്യം കാണിക്കായിരുന്നു. അപ്പൊ കണ്ടില്ല. എന്നറിയോ അകത്തേ പുറം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന കൂട്ടാണ്. അകം നമ്മൾ പിന്നെ പൊടിച്ച് വരുമ്പോഴത്തേനും പൊടിച്ചിരിക്കും. അപ്പോൾ പിന്നെ കടുപ്പം ഇട്ടാൽ ഒരുമാതിരി വെളുത്തിരിക്കുന്ന കാത്ത് ആരെങ്കിലും കുടിക്കും. അരുൺ കെ മോഹൻ കുടിക്കും. അഖിൽ കെ മോഹൻ അല്ല സോറി അരുൺ കെ മോഹൻ. അരുൺ കെ മോഹൻ ഇതാണ് ഇഷ്ടം. അതായത് ഒരുപാട് അങ്ങോട്ട് കറക്കാത്ത ആണ് പുള്ളി. ഒരു വെറൈറ്റി മനുഷ്യനാണ്. ഒരിടത്തും ഇല്ലാത്തൊരെണ്ണം. അതുള്ള വെറൈറ്റി. മൂന്നാലഞ്ച് ദിവസമല്ലേ ഇവിടെ കിടന്ന് പണിയാൻ തുടങ്ങിയിട്ട്. ഉലുവായും ജീരകവും അതിനകത്തിട്ട് വറുത്താൽ പോരായിരുന്നോ? വേണ്ടത് കരിഞ്ഞു പോകും. അല്ല ലാസ്റ്റ് ആവുമ്പോൾ ഇത് പേറ്റിയിട്ട് എടുക്കണം. ഇത് പൊടിയുണ്ട്. യാ 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 മുറുകി വെക്കുമല്ലോ.